രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ഡൽഹിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചതിനു പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരാകുമെന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എല്ലാത്തിനുമപ്പുറം ആ ചർച്ച ശശി തരൂരിൽ എത്തി നിൽക്കുന്നു എന്നത് ഏവരെയും പ്രത്യേകിച്ച് കോൺഗ്രസുകാരെ ഞെട്ടിക്കുന്ന ഘടകമാണ്. പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തി കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കഴിഞ്ഞ മണിക്കൂറിൽ ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു. പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉപരാഷ്ട്രപതി രാജിവെക്കുന്നതും ചർച്ചകൾ ശശി തരൂരിൽ എത്തി നിൽക്കുന്നതും. ഇവിടെ തരൂരിന് മുന്നിലുള്ളത് RSS എന്ന തടസ്സമാണ്. ശശി തരൂരിന് കോൺഗ്രസിൽ ഒരു ഇരിപ്പിടം സമ്മാനിച്ചതിന് പിന്നിൽ RSSനെ തുറന്ന് എതിർത്ത സമീപനമുണ്ട്. ദേശീയ മാധ്യമങ്ങളിലടക്കം RSSനെ പൊളിച്ചുകാട്ടി തരൂർ നടത്തിയ വിമർശനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. അതേ തരൂർ ഇന്ന് BJPയുമായി അടുക്കുമ്പോൾ എല്ലാം മറന്ന് ക്ഷമിക്കാൻ RSSന് സാധിക്കുമോ എന്ന് കണ്ടറിയണം. രാജ്യത്തെ രണ്ടാമത്തെ വലിയ പൗരനെന്ന പദവിയിലേക്ക് BJP കൈപിടിച്ച് നയിച്ചാൽ അതിനെ തടുക്കാൻ RSS ഇറങ്ങുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്ര സേവനത്തിനായി തന്റെ യോഗ്യതയ്ക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കുമെന്ന് തരൂർ പറഞ്ഞതിന് പിന്നിൽ ഉപരാഷ്ട്രപതി കസേരയാണ് ലക്ഷ്യമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് 7 സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയാണ് കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നത്. BJPയിൽ ചേരേണ്ടെന്ന തരൂരിന്റെ തീരുമാനത്തിനു പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് തരൂരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ആദ്യത്തേത്, ഒരു മതനിരപേക്ഷ ബുദ്ധിജീവി എന്ന നിലയിൽ തരൂർ ദീർഘകാലമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു പോന്ന കാര്യങ്ങളെയെല്ലാം പെട്ടെന്നൊരു ദിവസം നിരാകരിക്കുന്നതിന് തുല്യമാവും BJPയിൽ ചേരുകയെന്നത്. മറ്റൊന്ന്, തരൂർ പാർട്ടിയിൽ വരുന്നതിനോട് BJPയുടെ കേരള ഘടകത്തിൽ ശക്തമായ എതിർപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രസംഗം സംബന്ധിച്ച് തരൂരിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. ഈ കേസും കുട്ടവും നിലനിൽക്കുമ്പോൾ തന്നെ തരൂരിനെ BJPയിൽ എടുത്താൽ അത് വലിയ രാഷ്ട്രീയ ചോദ്യത്തിനിടയാക്കുമെന്നാണ് കേരളത്തിലെ BJPക്കാർ പറയുന്നത്. ഈ നിലപാടുകളെ തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ ശശി തരൂരിനെ തന്നെ വൈസ് പ്രസിഡന്റ് പദവി ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്.